ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ഇത് മൂവി എന്ന് പറഞ്ഞിട്ടുള്ള ഉപ്പൻ്റെ എടുക്കുന്ന പടം. ആ പടത്തിലത്തെ ഈ വാർണർ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒന്ന് പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. എനിക്ക് വലിയ താല്പര്യമില്ല ഈ പടത്തിനെ കുറിച്ചിട്ട്. ഫസ്റ്റ് മുതൽ അങ്ങനെ തന്നെയാണ്. ഇതിലത്തെ ആളുടെ ലുക്കും എന്തോ ഒരു മാതിരി. എന്തായാലും വാർണർ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറുമായിട്ട് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ഈ KGF പോലെ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ പഴയ കാലത്തല്ല, പുതിയ കാലത്ത് 2040 നടക്കണമായിരുന്ന ഒരു കഥ വരിയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കലിക്കൊക്കെ മിക്സ് ആയ പോലെ ഒക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ വാർണറിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ മഹാരാജ എന്ന് പറഞ്ഞ അവിടെ ചൈനയിൽ റിലീസിനെത്തിയിരുന്നു നവംബർ 29. ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആയിരുന്നു അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ 3 ദിവസത്തെ കളക്ഷൻ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്ന അതിന്റെ അതേമാതിരി 3 ദിവസത്തെ കളക്ഷനും കൂട്ടിയിട്ട് 26.46 കോടിയോളം ചൈനയിൽ മാത്രം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ജപ്പാനിൽ വരെ ഇറക്കുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്നാന്നുള്ള അറിയിച്ചിട്ടില്ല. പിന്നെ മമ്മൂട്ടിയുടെ വലിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള 4K റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് നവംബർ 29. അപ്പോൾ അത് ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് ഫസ്റ്റ് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 23 ലക്ഷമാണ്. ഫസ്റ്റ് വെക്കുന്ന സ്പടികാണ് 88 ലക്ഷമായിട്ട്, രണ്ടാമത്തെ മണിച്ചിത്രത്താഴാണ് 50 ലക്ഷമായിട്ട്, ദേവദൂതനാണ് 3-ാം സ്ഥാനത്ത് 30 ലക്ഷമായിട്ട്, അതിൻ്റെ താഴെ 4-ാം സ്ഥാനത്താണ് വലിയേട്ടൻ കിടക്കുന്നത്. എന്തായാലും പടത്തിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഗംഭീരം തന്നെയായിരുന്നു. എന്തായാലും ചെറിയൊരു റിവ്യൂ പോലത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ബറോസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സ്വർഗ്ഗവാസിൽ എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയിരുന്നു. പടത്തിൽ നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. RJ ബാലാജി അഭിനയിച്ച പടമാണ്. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞിട്ടുള്ള പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടം നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയിരുന്നു. 15ലും കൂടുതൽ കൺട്രീസിൽ ടോപ്പ് 10 പടം നിൽക്കുന്നുണ്ട്. പടം ഗംഭീരമായിട്ടാണ്. കാണാത്തതിൻ്റെ എന്തെങ്കിലും കണ്ടു നോക്കുക. പിന്നെ തനാവ് 2 എന്ന് വെച്ചാൽ തനാവ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ 2ാമത്തെ സീസൺ വരാൻ പോവുകയാണ്, വോളിയം 2 എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ എല്ലാ എപ്പിസോഡും ഡിസംബർ 6 സോണി ലെവലിലൂടെ പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ RC16 രാംചരൻ്റെ 16ാമത്തെ പടത്തിൽ ദിവ്യന്തു എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഓൺബോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ ബുജ്ജിത്തള്ളി എന്ന് പറഞ്ഞ പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 15 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ ആയിട്ടുള്ള വിറ്റ് കൊടുത്ത് പോടാന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ രുതിരൻ എന്ന് പറഞ്ഞ പടം ഡിസംബർ 13 റിലീസിന് എത്താനുള്ള അറിയിച്ചിട്ടുണ്ട്. രാജ്ബി ഷെട്ടിയും അപർണ ബാലമുരളിയാണ് പടത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള രാംചരനും കിയാറ അഡ്വാനും മെയിൻ കഥാപാത്രം എത്തുന്നതോടെ ശങ്കർ എടുക്കുന്നതോടാണ്. അവിടത്തിലത്തെ നാന ഹൈറാന എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 40 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. പിന്നെ നിലാവുക്ക് എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന 3ാമത്തെ പടത്തിലത്തെ 2ാമത്തെ പാട്ട് കാതൽ ഫെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അത് 8 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞ്. പിന്നെ അത് സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2 ആഴ്ചത്തെ ഒരു ദിവസത്തെ കളക്ഷൻ കൂട്ടിയിട്ട് 30.63 കോടി ആയിട്ടുണ്ട് എന്നുള്ളത് ഒഫീഷ്യലി അറിയിച്ചു. പിന്നെ ആസർ എന്ന് പറഞ്ഞിട്ടുള്ള അജയ് ദേവകനും അതേമാതിരി ആമൻ ദേവകനും രാശാ തടനും അഭിനയിക്കുന്ന പടം. ആ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ജനുവരി 17 2025 അറിയിച്ചു. പിന്നെ ഇഡ്ലിക്കട എന്ന് പറഞ്ഞ പടത്തിലത്തെ ധനുഷിൻ്റെ ലുക്ക് ഇതാന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പടം ഫെബ്രുവരി 14 റിലീസിനെത്തുന്നത് വാലന്റൈൻസ് ഡേക്ക്. അതിൻ്റെ കൂടെ തന്നെ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ പടം ഉണ്ട്. എന്തായാലും ഈ പൈങ്കിളി എന്ന് പറഞ്ഞ പടം എഴുതിയിട്ടുള്ള ജിത്തു മാധവനാണ്, ഡയറക്റ്റ് ചെയ്യുന്നത് ശ്രീജിത്ത് ബാബുവാണ്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫഹദ് വാസിലും അതേമാതിരി ജിത്തു മാധവനും കൂടിയിട്ടാണ്. പിന്നെ അതിൽ അഭിനയിക്കുന്നത് സജിൻ ഗോപും അനശ്വര രാജനാണ്. പിന്നെ സൂത് കാവൻ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ഡിസംബർ 3 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. ഡിസംബർ 13 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ തലപതി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്ത് അഭിനയിക്കുന്ന പടം റിലീസിന് എത്താൻ പോവുകയാണ്. ഡിസംബർ 12 ആളുടെ ബർത്ത്ഡേ ആയിട്ടാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. പിന്നെ ജയരാവിയുടെ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം വരാൻ പോകുന്നുണ്ട്. അത് മാർച്ച് 2025 റിലീസ് ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള നസ്ലനും ലുക്മാനും ഗണപതിയൊക്കെ മെയിൻ കഥാപാത്രങ്ങളെ എത്തുന്ന പടം. കുറേ ആൾക്കാരുണ്ട് വേറെ. ആ പടം വിഷുവിനായിരിക്കും റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ഏപ്രിൽ 11 2025 ആയിട്ട്. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്നിട്ടുള്ള ഫഹദ് വാസിലും കല്യാണി പ്രിയദർശനൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന പടം. അൽത്താഫ് സലീമാണ് പടം എടുക്കുന്നത്. ഇതെല്ലാം ആ പടം മെയ് 16 2025 റിലീസിന് എത്തുക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞ പടത്തിൽ സ്വാസിക ഓൺബോർഡായ രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ തൃശ്ശയാണ് പടത്തിൽ നായിക എത്തുന്നുള്ള കൺഫേം ആയതാണ്. പിന്നെ അതിൻ്റെ കൂടെ സ്വാസിക ഉണ്ടാവും പടത്തിൽ. അതേമാതിരി തന്നെ കാതൽ കോർ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ച അനഘ മായ രവി എന്ന് പറഞ്ഞ ആളും പടത്തിൽ ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന പടം. ആ പടത്തിൽ മ്യൂസിക് എന്ന് ജസ്റ്റിൻ പ്രഭാകർ ആയിരിക്കും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. ആളൊരു സ്റ്റോറി ടൈമും അതിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടം 10 ദിവസം കൊണ്ട് 35 കോടിയാണ് നേടിയിട്ടുള്ളത്. പടം നല്ല ഹിറ്റിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും സക്സസ് ടീസറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് അവർ. പിന്നെ ബേസിൽ ജോസഫിൻ്റെ തന്നെ അടുത്തതായി വരാൻ പോകുന്ന പടം പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ പടമാണ്. അതല്ലാതെ പൊന്മാൻ എന്ന് പറഞ്ഞൊരു പടം കൂടി അനൗൺസ് ചെയ്തിരുന്നു. അത് ഫെബ്രുവരി 6 2025 റിലീസിന് എത്താനുള്ള അറിയിച്ചു. പിന്നെ തലപതി വിജയുടെ മോനായിട്ടുള്ള ജെയ്സൺ സഞ്ജയ് എന്ന് പറഞ്ഞ ആളുടെ ആദ്യത്തെ പടം എന്നുവെച്ചാൽ ആൾ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഡയറക്ഷനിൽ ഡിബേറ്റായിട്ട് വരുന്ന പടം സുന്ദീപ് കിഷനായിട്ടുള്ള പടമായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് വീഡിയോ വന്നിട്ടുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതുവരെ ക്രിസ്മസിന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുള്ളൂ, ഡിസംബർ 20 എന്നുള്ള അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പോസ്റ്ററിൽ അവർ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്ററിൽ മിക്ക ആൾക്കാരും കൊടുത്തിട്ടുണ്ട്. ഒരു നീളമുള്ള പോസ്റ്ററാണ്. പടത്തിന് സെൻസറിങ് കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ചെറിയ കട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും 20 പടം റിലീസാവും. പടത്തിൻ്റെ ഫ്ലെക്സൊക്കെ ഓരോ തിയേറ്ററിലായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ പ്രൊമോ സോങ് വന്ന് ബേബിജിയും പാടിയിട്ടുള്ള പാട്ട് മാർപ്പാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ആ പാട്ട് പുറത്തിറങ്ങിയത് നല്ല പാട്ടായിട്ടാണ് തോന്നിയത്.
എന്തായാലും ഇതിലത്തെ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷ് വെങ്കി പാടിയ പാട്ട് അത് ട്രെൻഡിങ് 1-ലാണ് യൂട്യൂബിൽ. പിന്നെ ബേബിജിയും പാടിയിട്ടുള്ള മാർപ്പാപ്പ എന്ന് പറഞ്ഞ പാട്ട് ട്രെൻഡിങ് 2-ലാണ് യൂട്യൂബിൽ. പിന്നെ ഡബ്സി പാടിയിട്ടുള്ള ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ട്രെൻഡിങ് 3-ലാണ് യൂട്യൂബിൽ. പിന്നെ ടോവിനോ തോമസിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശാണ് ഇതിൽ നായിക എത്തുന്നത്. ഇവിടെ ജനുവരി 2025 റിലീസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതായത് ദിവസം എന്നുള്ള അറിയിച്ചിട്ടില്ല, കൂടുതലും ജനുവരി 16 ആവാനാണ് ചാൻസ് എന്നുള്ളതാണ് കേൾക്കുന്നത്. ജനുവരി 23 ഒരു ഡേറ്റ് ആയിട്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും പടത്തിൻ്റെ ടീസർ ഇപ്പോൾ വരാൻ പോവാണ് ഈ ഡിസംബർ 4. അത് ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ നടക്കാൻ പോസ്റ്ററൊക്കെ. പിന്നെ അമരെന്ന് പറഞ്ഞിട്ടുള്ള ശിവാർത്തിൻ്റെ പടം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 5 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്ന് പറഞ്ഞ 5 ഭാഷകളിലാണ് പുറത്തിറങ്ങുക. പിന്നെ അമൽനീരത് കുഞ്ചാക്കോബനെ, ഫഹദ് ഫാസിലിനെ, ജ്യോതിർമയനൊക്കെ വെച്ചിട്ടെടുത്ത പടമാണ് ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടം OTT റിലീസിന് ഇറങ്ങാണ് സോണി ലിവിലൂടെ ഡിസംബർ 13. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിൽ തന്നെയായിരിക്കും ഈ പടം പുറത്തിറങ്ങുക. പിന്നെ ദേ കോൾ ഹിം മോജി എന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാണിൻ്റെ ഒരു പടം വരുന്നുണ്ട്. ആ പടത്തിന് എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. ബാക്കിയുള്ള പടങ്ങളൊന്നും വലിയ പ്രതീക്ഷ ഒന്നുമില്ല. എന്തായാലും ആ പടത്തിൽ പ്രഭാസ് ഒരു ക്യാമിയോ ചെയ്യുന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. ക്ലൈമാക്സിലൊക്കെ ആയിട്ടായിരിക്കും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏകദേശം കൺഫേം ആയ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ SK ൻ്റെ അല്ലെങ്കിൽ ശിവാർത്തേൻ്റെ 23ാമത്തെ പടം 6 ദിവസം എടുക്കുന്ന പടമാണ്. ആ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ന്യൂ ഇയറിന് ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇനി ഒരു 10% ഷൂട്ട് ബാക്കിയുള്ളൂ എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ 90% ഷൂട്ട് കഴിഞ്ഞിരിക്കണം എന്നുള്ളത്. ന്യൂ ഇയറിന് എന്ന് പറയുമ്പോൾ ഡിസംബർ 31 ആവാം, അല്ലെങ്കിൽ ജനുവരി 1 ആവാം. പിന്നെ തലപതി 69 എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ 69ാമത്തെ പടം. ആ പടം H വിനോദാണ് എടുക്കുന്നത്. ആ പടം ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞിട്ടുള്ള നന്ദപുരി ബാലകൃഷ്ണയുടെ പടത്തിൻ്റെ റീമേക്കാന്നുള്ള പറഞ്ഞു കേട്ടായിരുന്നു. അതല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരു ഫ്രഷ് സ്ക്രിപ്റ്റാന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ അവരതിൻ്റെ റൈറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ള പറഞ്ഞു കേൾക്കുന്നത്. ചിലപ്പോൾ ചെറിയ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ കണക്ഷൻ വരുന്നുണ്ടായിരിക്കാം, എന്താണെന്നുള്ള അറിയില്ല. പിന്നെ ആ പടത്തിലത്തെ 40% ഷൂട്ട് ജയിൽ സീക്വൻസ് ആയിരിക്കും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. വെച്ചാൽ ജയിലിൻ്റെ ഉള്ളിലുള്ള ഷോട്ട്സ് ആയിരിക്കും കൂടുതൽ തലപതി 69 ഉണ്ടാവുക. കൂടുതലെന്ന് വെച്ചാൽ 40%, 60% വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും പടത്തിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂളായിരിക്കും ജയിൽ സീക്വൻസിൻ്റെ പരിപാടി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൻ്റെ സെറ്റ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ LT എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ലൂസിഫറിൻ്റെ 2ാം ഭാഗമായിട്ടുള്ള പടം പൃഥ്വിരാജാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയണതാണ്. ആൾ പറയുന്ന പോലെ ചെറിയ പടം, വലിയ പടം എന്നല്ല, ചെറിയ പടമാണ്. എന്തായാലും ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഡിസംബർ 3 ഉള്ളിലായിട്ട് കംപ്ലീറ്റ് ആവുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡിസംബർ 1 തന്നെ. അതും രാവിലെ പുലർച്ചെ 5:35 കംപ്ലീറ്റ് ആയെന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ആൾ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഈ 117 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണാമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ 116 ദിവസം ആയിട്ടുണ്ടാവും. അത് അവിടെ കിടക്കട്ടെ. എന്തായാലും മാർച്ച് 27 തന്നെ റിലീസ് എന്നുള്ള അറിയിച്ചുകൊണ്ട് വേറെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരളത്തിലത്തെ ബുക്കിംഗ് ഡിസംബർ 1. എന്നുവെച്ചാൽ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഉണ്ട് എൻ്റെ അടുത്തൊക്കെ എന്താണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. എന്തായാലും വേണ്ടവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും പോയി കാണണമെന്നുണ്ട്, നോക്കട്ടെ, റിവ്യൂ ചെയ്യാവുന്നതാണ് പോയി കണ്ടു കഴിഞ്ഞാൽ. പിന്നെ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ ഇവൻറ്റ് ഇന്ന് നടക്കുന്നുണ്ട് ഹൈദരാബാദിൽ വെച്ചിട്ട് 6 മണി മുതൽ പോലീസ് ഗ്രൗണ്ട്സിലാണ് യൂസഫ് ഗുഡേൽ. പിന്നെ പടത്തിൻ്റെ ഇന്ത്യയിലത്തെ അഡ്വാൻസ് കളക്ഷൻ 4-5 കോടിയുടെ മുകളിലേക്ക് പോയി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഇപ്പോൾ കേരളത്തിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം 1.25 കോടിയോളം കേരളത്തിൽ നിന്ന് മാത്രം ആയിട്ടുണ്ട് പ്രീ സെയിൽസിലൂടെ. പിന്നെ ഓവർസീസിൽ ഏകദേശം 24-25 കോടിയുടെ അടുത്ത് ആയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പടം ഇപ്പോൾ 60 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ ആയിരിക്കുകയാണ് പ്രീ സെയിൽസിൽ മാത്രം. പിന്നെ തമിഴ്നാട്ടിൽ പടത്തിന് വലിയ റിലീസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. AJS എൻ്റർടൈൻമെൻ്റ് ആണ് പടം തമിഴ്നാട്ടിൽ ഇറക്കാൻ പോകുന്നത്. പിന്നെ പടത്തിൻ്റെ തെലുങ്കിൽ ബ്രേക്ക് ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 212 കോടി ഷെയറാണ്. അത്ര കിട്ടി കഴിഞ്ഞാൽ പടം അവിടെ വിജയിക്കുള്ളൂ. അതേമാതിരി കർണാടകയിൽ 35 കോടിയോളാണ് കിട്ടേണ്ടത്. എന്തായാലും പടത്തിലത്തെ ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്നലെ 6:03 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. പാട്ട് രസമുള്ള പാട്ടായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.